കശ്മീർ ഭീകരാക്രമണത്തിൽ ഒരു മലയാളി കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മലയാളിക്ക് കൂടി ഈ ഭീകരാക്രമണത്തിൽ ജമ്മു കശ്മീരിലെ പൽഗാമിൽ ഉണ്ടായിരിക്കുന്ന ഭീകരാക്രമണത്തിൽ ഒരു മലയാളി കൂടി കൊല്ലപ്പെട്ടു എന്ന വേദനിപ്പിക്കുന്ന വിവരമാണ് ഈ നിമിഷം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, ആരാണിത്? അരിയ ഒരു മലയാളിയാണ് എന്നാണ് കരുതുന്നത്. രാമചന്ദ്രൻ നാരായണ മേനോൻ എന്നാണ് അച്ഛൻ്റെ പേര്. കുടുംബസമേതം എറണാകുളത്ത് നിന്നും പഹൽഗാമിലേക്ക് പോയതാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇവരുടെ ഔദ്യോഗികമായിട്ട് സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള പട്ടികയിൽ, അതായത് 8 മണിവരെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ 16 പേരുടെ പട്ടിക, കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന പട്ടികയിൽ ഒരു പേര് രാമചന്ദ്രൻ നാരായണ മേനോൻ എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങളൊന്നും തന്നെ ഇക്കാര്യത്തിൽ ലഭ്യമല്ല. തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷേ മരിച്ച 16 പേരുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ ജമ്മു കശ്മീർ സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ രാമചന്ദ്ര മേനോൻ എന്നുള്ളൊരു പേരുണ്ട്. നാരായണ മേനോൻ ആണ് പിതാവ്. ഈ 2 വിവരങ്ങളാണ് ആ ജമ്മു കശ്മീർ സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ട ആ വിവരത്തിലുള്ളത്. മലയാളിയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. നാരായണ മേനോനാണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ. രാമചന്ദ്ര മേനോൻ എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ജമ്മു കശ്മീരിലെ ഈ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിയുടെ ജീവൻ കൂടി നഷ്ടപ്പെട്ടു എന്ന വേദനിപ്പിക്കുന്ന വിവരം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 പേർക്കും കർണാടകയിൽ നിന്നുള്ള 2 കർണാടക സ്വദേശികൾക്കും ഈ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഒരു ഭീകരാക്രമണത്തിൽ ഇപ്പോൾ മലയാളിയുടെ ജീവൻ കൂടി നഷ്ടമായി എന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് വരുന്നത്.